ഹായ്, എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ട് തുടക്കക്കാർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു ജോബാണ്. 5/6/2024 മുതൽ 25/6/2024 വരെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. നമുക്ക് ഏതായാലും ഈ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എൻ്റർപ്രൈസ് ആയിട്ടുള്ള ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ അസിസ്റ്റന്റ് ഗ്രേഡുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചത്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ സ്ഥിരജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താൻ പറ്റും. 5/6/2024 മുതൽ 25/6/2024 വരെ ഓൺലൈനായിട്ടാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. നമ്മളിതിൻ്റെ പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് അസിസ്റ്റൻറ്റ് ഗ്രേഡാണ്. HR ഉണ്ട്, ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ മാർക്കറ്റിങ്ങിലേക്കും വിജ്ഞാപനമുണ്ട്. അപ്പോൾ ഇതിൽ മൊത്തം നോക്കുകയാണെങ്കിൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 1 HR വിഭാഗത്തിലേക്ക് 29 വേക്കൻസികളുണ്ട്. പിന്നെ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് വിഭാഗത്തിലേക്ക് 17ഓളം വേക്കൻസി. പിന്നെ അസിസ്റ്റൻറ്റ് ഗ്രേഡ് കോൺട്രാക്ട് ആൻഡ് മെറ്റീരിയൽ മാനേജ്മെൻറ്റ് വിഭാഗത്തിലേക്കാണെങ്കിൽ അതിലേക്ക് വന്നിരിക്കുന്നത് 12 വേക്കൻസിയുമായിട്ടാണ് വന്നത്. ഏകദേശം 58ഓളം ഒഴിവുകളിലേക്കാണ് തുടക്കക്കാരായിട്ടുള്ള ആൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിലേക്ക് പറഞ്ഞിരിക്കുന്ന ഓരോ വിഭാഗത്തിനും SC/ST ആണെങ്കിൽ അതിൽ OBC, മറ്റുള്ള പിന്നോക്ക വിഭാഗമൊക്കെ അതിൻ്റെ കാറ്റഗറി വൈസിലും PWD കാൻഡിഡേറ്റ്സിനും കാറ്റഗറി വൈസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് തസ്തികയിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കാൻ പറ്റുന്നത് ആ തസ്തികയിൽ വന്നിരിക്കുന്ന ഓരോ വിഭാഗത്തിനും കൊടുത്തുള്ള വേക്കൻസികൾ നോക്കിയിട്ട് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് ഡേറ്റുകൾ പറഞ്ഞാൽ 5/6/2024 മുതൽ 25/6/2024 വരെയാണ് അപേക്ഷിക്കാൻ പറ്റുക. ആപ്ലിക്കേഷൻ ഫീസ് 100 രൂപയായിരിക്കും ഇതിലേക്ക് ആകെ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കാം. എന്നാൽ ഫീമെയിൽ ആപ്ലിക്കൻറ്റിനും അതുപോലെ തന്നെ SC/ST കാറ്റഗറിക്കും PWD കാറ്റഗറിക്കും എക്സർവീസ്മാൻ കാറ്റഗറിക്കും അതുപോലെ തന്നെ ഡിഫൻസ് പേഴ്സണൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫീസ് അവർക്ക് അടയ്ക്കേണ്ടതില്ല എന്നും കൂടി ഓർത്തിരിക്കാം. പിന്നെ ഇതിലേക്ക് ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ലഭിച്ച 50% മാർക്കിൽ കുറയാതെ ഒരു ഡിഗ്രി ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. ഇതിലേക്ക് ശമ്പളം ലഭിക്കുന്നത് സ്റ്റാർട്ടിങ് തന്നെ നിങ്ങൾക്ക് 38,250 രൂപയായിരിക്കും അപ്രോക്സിമേറ്റ്ലി മന്ത്ലി ലഭിക്കുന്ന വേതനം. അതുപോലെ തന്നെ ഇതിലേക്ക് ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 21 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. SC/STക്ക് 5 വയസ്സിൻ്റെയും OBCക്ക് 3 വയസ്സിൻ്റെയും മറ്റ് പിന്നോക്ക വിഭാഗക്കാർക്ക് അതിൻ്റെതായുള്ള ഏജ് ഇളവുകളും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് നോക്കിയ ശേഷം അപ്ലൈ ചെയ്യാൻ ലിങ്ക് ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്ര ഡീറ്റെയിൽസ് ബാക്കി എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് നോക്കുക. മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.